അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതെ, രേണുവിനെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ വ്യക്തി ശാരിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. ഇവരുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു നിലപാടും ഇല്ലാത്ത ഒരു ആങ്കർ ആണ് ഇവര്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് രേണു സുധിയെ പറ്റിയല്ല, ആ ഇന്റർവ്യൂ എടുത്ത ആങ്കറിനെ പറ്റിയാണ്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കാരണം ഇന്റർവ്യൂ വൈറലായി, ആങ്കർ എയറിലായി, കമന്റ് സെക്ഷനിലാണെങ്കിൽ പൂരത്തെറിവിളി. ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഹോട്ട് സീറ്റിന്റെ കൺസെപ്റ്റ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എന്താണെങ്കിലും ആങ്കർ എയറിലായപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. ആണോ? ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്തും ഇവരുടെ അരഗൻസും ആ ഒരു അഹങ്കാരവും ഒക്കെ കൃത്യമായി കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ തെറിവിളിയുണ്ട്. ആദ്യം നമുക്ക് ഇവരുടെ എക്സ്പ്ലനേഷൻ കാണാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാനും രേണു സുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണു സുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാം. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം. ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുധി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണു സുധി അറിയിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. രേണു സുധിയും ഇവരും എല്ലാരും കൂടെ റീച്ചിന് വേണ്ടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന കലാപരിപാടിയാണ്. ആളുകൾ ആ ഒരു സെൻസിൽ എടുത്തില്ല. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? പക്ഷെ ഇവര് നമ്മുടെ മലയാളി സമൂഹത്തെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രേക്ഷകർക്ക് നിലപാടില്ല ഗൈസ്, പ്രേക്ഷകർക്ക് നിലപാടില്ല. ഈ ഒരു വീഡിയോയിൽ ചേച്ചിയുടെ നിലപാടാണ് ഞാൻ മെയിൻ ആയിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ൊക്കെ ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരികയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളും ഒക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികേടുകളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരംതാണ് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ കുറേയധികം പേരുദോഷങ്ങളുള്ള ഓൺലൈൻ മീഡിയക്ക്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്ത് ക്വസ്റ്റ്യനും പ്രിപ്പയർ ചെയ്ത് ഓൺലൈൻ മീഡിയ ഇത്രയും തരം താഴ്ന്നു പോകരുത്. അപ്പുറത്തെ ചാനലിൽ പോയിട്ട് രേണുവിനെ പറ്റി പൊക്കിയടിയാ, രേണു ചെയ്ത നിനക്കൊക്കെ എന്താടാ, നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാന്നും പറഞ്ഞ് ഭയങ്കര പൊക്കിയടി. എന്നിട്ട് ഇപ്പുറത്തെ ചാനലിൽ വന്നിട്ട് നീ ആരടി, നിനക്കൊക്കെ മാന്യമായിട്ട് നടന്നുകൊണ്ടിരീ. ഈ ഒരു സെറ്റപ്പിലാണ് ചേച്ചിയുടെ ചോദ്യം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.